ഒരാൾ ഗർഭിണിയായി എന്നുള്ളത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ മുലയൂട്ടുന്ന ഒരു ഉമ്മയായി എന്നുള്ളത് കൊണ്ട് മാത്രം അയാൾ നോമ്പ് ഒഴിവാക്കാൻ പാടില്ല. ഗർഭിണിയാവട്ടെ മുലയൂട്ടുന്ന ഉമ്മയാവട്ടെ റമദാനിൽ പ്രയാസങ്ങളൊന്നുമില്ല, ഗർഭിണിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അതല്ലെങ്കിൽ മുലയൂട്ടുന്ന ഉമ്മയാണ് പ്രശ്നമൊന്നുമില്ല, മുലയൂട്ടുന്നുണ്ട്, കുട്ടിക്ക് വേറെ ഫുഡും കൊടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള ആളുകൾ അവരൊക്കെ റമദാനിലും നോമ്പെടുക്കൽ നിർബന്ധമാണ്, പ്രയാസങ്ങളൊന്നുമില്ല. അതേ അവസരത്തിൽ എപ്പോഴാണ് അവർക്ക് ഇളവ് നൽകപ്പെടുന്നത്? ഗർഭാവസ്ഥയിൽ, അതിപ്പോൾ ഏത് മാസത്തിലുമാവാം. തുടക്കത്തിൽ ചിലപ്പോൾ നിരന്തരമായി ഛർദിച്ച് അവശയാകുന്ന സഹോദരിമാരുണ്ട്. അതേപോലെ തന്നെ വളരെയേറെ ക്ഷീണവും ബെഡ് റെസ്റ്റുമൊക്കെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ആ നിലക്കുള്ള സഹോദരിമാരുണ്ടാകും. തീരെ അവർക്ക് കഴിയില്ല. അവർക്ക് അതുപോലെ തന്നെ അത് അവരുടെ ശാരീരികമായ ആരോഗ്യത്തിന്, അതുപോലെ തന്നെ നമ്മുടെ ഗർഭസ്ഥ ശിശുവിൻ്റെ കാര്യങ്ങൾക്ക് ഒക്കെ പ്രയാസകരമായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങളിൽ അവർക്ക് ഇളവുകളുണ്ട്. അതേപോലെ മുലയൂട്ടുന്ന ഉമ്മമാർ, ഇപ്പോൾ മുലയൂട്ടുന്ന ഉമ്മമാരെന്ന് പറയുന്നത് കുട്ടിക്ക് ചിലപ്പോൾ 5 മാസം 6 മാസമൊക്കെ ആയി കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ അതിൻ്റെ മുമ്പ് തന്നെയും മറ്റ് ഫുഡുകളൊക്കെ നൽകാൻ തുടങ്ങിയിരിക്കും. എന്നാൽ മുലപ്പാൽ മാത്രം ഊട്ടിക്കൊണ്ടിരിക്കുന്ന ഉമ്മമാരുണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നോമ്പെടുക്കുമ്പോൾ മുലപ്പാൽ കുറയാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് പ്രയാസകരമായ പല സാഹചര്യങ്ങളും ഉണ്ടാകാനുമൊക്കെ ഇടയുള്ളത് കൊണ്ട് ഡോക്ടർമാർ പറയാറുണ്ട്, അത്തരം ഘട്ടങ്ങളിൽ നിങ്ങൾ നോമ്പ് ഒഴിവാക്കുക. അതൊക്കെ നമ്മുടെ സഹോദരിമാർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഓരോരുത്തരുടെയും അവസ്ഥകൾ വ്യത്യസ്തങ്ങളായിരിക്കും. അപ്പം ഇളവ് ബാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് പ്രയാസമുണ്ടെങ്കിലാണ്. പ്രയാസമുണ്ടെങ്കിൽ ഗർഭിണികൾക്കും അതുപോലെ തന്നെ മുലയൂട്ടുന്ന ഉമ്മമാർക്കും നോമ്പ് ഒഴിവാക്കാം. അവർ പിന്നീട് അത് എന്ത് ചെയ്യണം? ഖളാവ് വീട്ടണം. മുലയൂട്ടുന്ന സ്ത്രീകളുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. അവർ പിന്നീട് അത് ഖളാവ് വീട്ടുക. നഷ്ടമായ നോമ്പ് അവർ നോറ്റ് വീട്ടിയാൽ മാത്രം മതി. അവർ നോമ്പ് ഖളാവ് വീട്ടുന്നതിന് പുറമെ മുദ് നൽകണം, അഥവാ ഫിദിയ കൂടി നൽകണം, മിസ്കീനിന് ആഹാരം നൽകണം എന്നുകൂടി അഭിപ്രായപ്പെട്ടിട്ടുള്ള പണ്ഡിതന്മാരുണ്ട്. എന്നാൽ പല പണ്ഡിതന്മാരും, ഭൂരിപക്ഷം പണ്ഡിതന്മാരും ആ അഭിപ്രായം അങ്ങനെ അവർ ഭക്ഷണമൊന്നും നൽകേണ്ടതില്ല, തൻ്റെ കാര്യത്തിൽ ഭയപ്പെട്ടത് കൊണ്ടായാലും കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഭയപ്പെട്ടത് കൊണ്ടാണെങ്കിലും ഒക്കെ അവർ റമദാനിൽ നോമ്പെടുക്കാൻ അവർക്ക് സാധ്യമാകാതെ വന്നാൽ മറ്റു ദിവസങ്ങളിൽ അവർ ആ നോമ്പ് ഖളാ വീട്ടിയാൽ മതി. പ്രായശ്ചിത്തമായി മുദ് അതല്ലെങ്കിൽ ഭക്ഷണം നൽകുക എന്നുള്ള ഫിദിയയൊന്നും അവർ നൽകേണ്ടതില്ല. ഇതാണ് അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം.